എടാ ഇവിടെ നീ അങ്ങോട്ട് നോക്കി നിൽക്കണമെന്നിന് അവിടുത്തെ സ്ഥലങ്ങൾ എല്ലാവർക്കും അറിയുന്നുള്ളതാണ്. ഇപ്പൊ ഇതുപോലത്തുള്ള സ്ഥലങ്ങളാകുമ്പോൾ കുറെ ആൾക്കാരെ കാണാൻ പറ്റും, പരിചയപ്പെടാൻ പറ്റും. 5 പയ്യന്മാര് നമുക്ക് അവിടെ നിന്ന് നമ്മൾ പരിചയപ്പെട്ടു. അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ഹായ്, അടുത്തൊരു ദിവസം രാവിലെ ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത് റാന്നി PWD ഗസ്റ്റ് ഹൗസിലാണുള്ളത്. നമുക്ക് ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ കുറച്ച് നേരത്തെ ഇന്നലെ എത്തി. അപ്പോൾ എത്തിയതിന് ശേഷം നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഫുഡ് പിന്നെ എഡിറ്റിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. മഴയുണ്ടായിരുന്നു, രാത്രി നല്ല മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ് നമ്മൾ രാവിലെ ഇപ്പോൾ ഇനി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് മിക്കവാറും നമ്മുടെ ഈ റാന്നി ഭാഗം പിന്നെ ആലപ്പുഴ ജില്ലയിലോട്ട് കയറും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാനിങ് ആണ് ഇന്ന് ഉള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ദിവസം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഏഞ്ചൽ വോയ്സ് ആണ്. ഏഞ്ചൽ വോയ്സ് മൂവാറ്റുപുഴ എന്ന് പറയുന്ന ഒരു ബാൻഡ് ടീമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽ വോയ്സ് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ ടീം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഈ ഒരു മ്യൂസിക്കൽ ബാൻഡ് ട്രൂപ്പാണ്. അപ്പോൾ പള്ളിപ്പെരുന്നാളോ അല്ലെങ്കിൽ ക്ഷേത്ര പരിപാടികളോ മുസ്ലിം പരിപാടി എന്ത് പരിപാടികളായിരുന്നാലും കല്യാണ പരിപാടികൾ എല്ലാ പരിപാടികളിലും അവരൊരു 10-30ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. അവർ ചേർന്ന് നടക്കുന്ന ഈ ക്ലാസിക്കലായിട്ടുള്ള ബാൻഡ്, നമ്മൾ തൃശ്ശൂർ സൈഡിലൂടെ കാണുന്ന അതേ തരത്തിലുള്ള ബാൻഡാണ് ഈ ഏഞ്ചൽ വോയ്സ് മൂവാറ്റുപുഴ അവതരിപ്പിക്കുന്നത്. അവർക്ക് തന്നെ ഗാനമേള ടീമും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ഫുള്ള് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുന്നത് ഏഞ്ചൽ വോയ്സ് മൂവാറ്റുപുഴ എന്ന് പറയുന്ന ബാൻഡ് ടീമാണ്. അപ്പോൾ ഇന്നത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോവാം. ഇന്ന് റാന്നി ഭാഗം ആലപ്പുഴയും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള സാഹചര്യം അനുസരിച്ച് നമ്മുടെ ട്രിപ്പ് ചേഞ്ച് ആവും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഉടനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. നമ്മൾ രാവിലെ തിരിക്കാറായിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിച്ചു. റൂം കാണിച്ചില്ല, റൂം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കോന്നിയിലെ PWD റെസ്റ്റ് ഹൗസാണിത്. അടിപൊളി. പോലീസ് സ്റ്റേഷൻ്റെ പുറകിലായിട്ടാണ് റെസ്റ്റ് ഹൗസ്. നമുക്ക് ഈ ബിൽഡിങ്ങിനകത്തായിരുന്നു റൂം. നമ്മുടെ കാറ് ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ട്രിപ്പിൻ്റെ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഈ അടുക്കി കയറ്റണം. അടുക്കി കയറ്റിയതിന് ശേഷം ഇന്നത്തെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ യാത്ര പുറപ്പെടും. ഹായ്, നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് റാന്നി PWD ഗസ്റ്റ് ഹൗസിലാണ്. ഇന്ന് നമ്മൾ 4ാം ദിവസമാണ്. രാവിലെ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റാന്നി കേന്ദ്രീകരിച്ചുള്ള കുറച്ച് അധികം അറിയപ്പെടാത്ത കുറച്ച് സ്ഥലങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ റൂം. 2 ബെഡായിരുന്നു, പിന്നെ ബാത്റൂം, അതുപോലെ തന്നെ ചെറിയൊരു സിറ്റ് ഔട്ട്. അപ്പോൾ ഇതാണ് PWD റൂം. നമ്മളിവിടുന്ന് ഇനി ഇറങ്ങുകയാണ്. വണ്ടിയിലെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകും വഴിക്കുള്ള കാഴ്ചകൾ കണ്ടുപോകാം. താക്കോൽ കൊണ്ട് കൊടുക്കുക. അപ്പോൾ താക്കോൽ കൊടുത്തു. ഇനി നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് തിരിക്കുകയാണ്. എരപ്പാങ്കുഴി വാട്ടർഫാളിലോട്ടാണ് പോകുന്നത്. അവിടെ വേറൊരു വ്യൂ പോയിൻ്റും ഉണ്ട്. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ 9 മിനിറ്റ്. അപ്പോൾ ഇനി പോകും വഴിക്കുള്ള കാഴ്ചകൾ കണ്ടുപോകാം. എരപ്പാങ്കുഴി വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ട് പാറയുണ്ട് അവിടെ. എരപ്പിനാങ്കുഴി. വണ്ടി പോവല്ല. ഓക്കെ. ഇതാണടാ വാട്ടർഫാൾ, എരപ്പനാംകുഴി. ഇവിടെ എന്താ കാണാം?
താഴെ പോണ കാര്യം പാടാണ്. നമുക്ക് എവിടെ നിന്ന് കാണാൻ പറ്റും അറിഞ്ഞൂടാ. എവിടെയാണ് പിന്നെ ഇത്? വെള്ളച്ചാട്ടം, എരപ്പനാംകുഴി വെള്ളച്ചാട്ടം. ഇവിടെ നിന്നാണ് ചാടി പോണത് വെള്ളം. ഇവിടെ നിന്നാണ് ചാടി പോണത്. ഈ വരുന്ന വെള്ളം വീടിങ്ങനെ പോകും. പക്ഷേ താഴെ ചർക്കലൊക്കെയാണ്, അത് ഇറങ്ങാൻ പറ്റുന്നത് മാത്രം താഴോട്ട് ഇറങ്ങാം. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. കുറച്ചുകൂടെ അപ്പുറത്ത് പോയിട്ട് പാറയിൽ ഇറങ്ങാൻ പറ്റുന്ന വഴിയുണ്ടെന്നാണ് പറയണേ. നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോയി നോക്കാം. ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇറങ്ങാം, ഇല്ലെങ്കിൽ വേണ്ട. ഇന്നലെ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ചർക്കലുണ്ടാവും. നമുക്ക് പറ്റുകയാണെങ്കിൽ മാത്രം നോക്കാം. ഒരു വീടുണ്ട് ആ മൂലയ്ക്ക്, പഞ്ചക്കര. ആ വീടിന്റെ അവിടെ ഇങ്ങനെ അങ്ങോട്ട് നെടുമ്പാറയുടെ അവിടെ വരെയും വണ്ടി പോകും. ഇന്നലെയൊക്കെ മഴയായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. രാവിലെ വെയിൽ വന്നപ്പോ തുണി എവിടുന്ന് നമ്മൾ തിരുവനന്തപുരം. നീ എങ്ങനെ ഫ്രണ്ട് വന്ന എങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ വന്ന? ഇറങ്ങില്ല ഫോണ് എത്തിയില്ല, സ്ഥലം എത്തിയില്ല. അമ്മ അങ്ങനെ ഇങ്ങനെ അബദ്ധം പറ്റുന്നതല്ല. ഞാൻ വണ്ടി ഇരിക്കാം എന്ന് പറയണ ആളാണ് അമ്മ. മോള് നിൽക്കാനാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങൂല. നമ്മൾ നെടുമ്പാറ പോകുന്ന വഴിയിൽ സൈഡിൽ ഇതുപോലെ അൽപ്പശി മരങ്ങൾ നിൽപ്പുണ്ട്. ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ തൊട്ടപ്പുറത്ത് വന്ന് എരപ്പാൻകുഴി വെള്ളച്ചാട്ടം. ഇപ്പം സ്ലിപ്പായാണ്, ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. എന്നാലും അയ്യോ എരപ്പാൻകുഴി വെള്ളച്ചാട്ടത്തിൽ വന്നിട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഇപ്പുറത്തൂടെ ഉള്ള ഒരു പാറയിലോട്ട് വരെയാണ്. പതുക്കെ പോണേ, ഞാൻ ഇപ്പം ചർക്ക ചെയ്തേ ഉള്ളതുകൊണ്ട് പതുക്കെ പോ. പറയുന്നേ എവിടെയാണ് പാറ? ഉറപ്പിച്ചാ? ഏത് പാറ ഇത്? എടാ ഇവിടെ നീ അങ്ങോട്ട് നോക്കി കുറയ്ക്കണെന്തിന്? പാറ എത്തി നോക്കിയേ. നമ്മൾ അവസാനം പാറയിലെത്തി. വെള്ളച്ചാട്ടം ദൂണ്ട് വെള്ളച്ചാട്ടം നമ്മൾ നേരത്തെ കണ്ടേ. അടിപൊളി പാറയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുകളിൽ ഒരു പാറക്കുളം. സത്യം പറഞ്ഞാൽ ഇത് രണ്ട് പോയിന്റാണ്. എരപ്പനാംകുഴി വാട്ടർഫോളാണ് നമ്മൾ ഫസ്റ്റ് പോയത്. അതിനുശേഷം ഇവിടെ വന്നത് ഈ പാറയുടെ പേര് എനിക്ക് നമ്മളവിടെ ഒരു നെടുമ്പാറയുണ്ട്. ഈ കരകുളത്തിനകത്ത് എണിക്കരയുടെ മുകളിലോട്ട് പോകുമ്പോ അവിടെ നെടുമ്പാറയുണ്ട്. കണ്ട് നിനക്കൊല്ല പറയണ്ട. ഇതാണ്ട് മുള്ളംപന്നിയുടെ മുള്ള് കണ്ട. ഇതാണ് മുള്ളംപന്നിയുടെ മുള്ള് കണ്ട. ഇവിടെ മുള്ളംപന്നി ഉണ്ട് ഇവിടെ. ഒക്കെ നല്ല വലിയൊരു പാറ. വേറെ അലുമ്പൊന്നുമില്ല, ആരുമില്ല. ഇതിൽ ഞാൻ നെറ്റിൽ ഈ സ്ഥലം നോക്കിയപ്പോഴത്തേക്ക് അതിൽ തന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണമല്ല, ഇവിടെ വലുതായിട്ട് ആൾക്കാരുടെ ആക്രമണം ഇല്ലാത്തത് കൊണ്ട് പ്ലാസ്റ്റിക് ഒന്നും വലുതായിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സംഭവം പ്ലാസ്റ്റിക് ഒന്നും ഇല്ല. ഉണങ്ങാൻ കിടക്കുന്ന ആളുകളുണ്ടോ? ഇത് കാണാൻ പറ്റില്ല. ഒരു വെളുത്തൊരു സാധനം പൂച്ച. അതിന്റെ എൻഡിൽ പോയി കിടക്കണത്. അപ്പോൾ ഇവിടെ വലുതായിട്ട് അങ്ങനെ ആൾക്കാരുടെ ശല്യമൊന്നുമില്ല, പ്ലാസ്റ്റിക് മാലിന്യം അങ്ങനെ ഒന്നുമില്ല. പക്ഷേ നല്ലൊരു സ്പോട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും ഈ കാണുന്ന രീതിയിലുള്ള വ്യൂ ഇവിടെ ഉണ്ട്. ഭയങ്കര ഹൈറ്റിലല്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാറ. അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ എരപ്പനാംകുഴി വാട്ടർഫോള് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. തുണി നനച്ചോടിക്കണം, അതാ പറഞ്ഞേ.
നമ്മൾ അപ്പുറത്തുനിന്ന് വഴി പറഞ്ഞു എന്താ ചേച്ചിയാണ് നമ്മൾ കറക്റ്റ് വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞത്. ഒരുപാട് പേരെടുത്ത് ചോദിച്ചാണ് നമ്മൾ വന്നത്. അത് തന്നെയാണ് ഈ ട്രിപ്പിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ വലിയ ടൂറിസ്റ്റ് പ്ലേസിൽ പോയി അവിടുത്തെ സ്ഥലങ്ങൾ എല്ലാവർക്കും അറിയുന്നുള്ളതാണ്. ഇപ്പോൾ ഇതുപോലത്തുള്ള സ്ഥലങ്ങളാകുമ്പോൾ കുറേ ആൾക്കാരെ കാണാൻ പറ്റും, പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. അടിപൊളി. അടുത്തോട്ട് പോകാൻ അത് പറ്റും. അതുവഴി പറ്റും. ഇത് കണ്ട പോസ്റ്റ് നിർത്തിക്കണ കണ്ട ഒരു മരത്തിലല്ല, അത് കല്ലൊക്കെ പറക്കി കൂട്ടി വെച്ചിട്ട്. അത് പണ്ടത്തെ പോസ്റ്റ് അങ്ങനെയല്ല, തടി പോസ്റ്റ്. അതിന് അതിൻ്റെ കൂടെ വെച്ചേക്കണം. അന്വേഷിച്ച് ഇവിടെ വന്നു. അവിടെ പൊട്ടുപോലെ കാണാം ആ ചേച്ചി. നമുക്ക് ആ ചേച്ചിയാണ് കറക്റ്റ് വഴി പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ മുള്ളമന്നിയുണ്ട്, ഒരുപാട് മുള്ളുകൾ കിടപ്പുണ്ട്. ഇതാണ് രണ്ട് വ്യൂ പോയിന്റ്. ഇത് എരപ്പനാംകുഴി വാട്ടർഫാൾ, ഇത് നെടുമ്പാറ. പേര് പെട്ടെന്ന് മറന്നു വന്നുണ്ട്. അപ്പോൾ ഇല്ല ഒരുപാട് വഴിയുണ്ട്. അവിടെ നിന്ന് ഇറങ്ങാൻ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫസ്റ്റ് പോയത്. അതിനുശേഷം ഇവിടെ ഇങ്ങ് താഴെ വരാൻ പറ്റുന്ന സ്റ്റെയർ അങ്ങനെയുള്ള വഴികളുണ്ട്. ഇത് അല്ലെങ്കിൽ ഈ പാറ ചെറിയൊരു ഇതിലുള്ള ഒരു തോട് എന്നാണ് നമ്മളവിടെ പറയുന്നത്. തോടിലുള്ള വെള്ളമാണ് ഈ ഇത്രയും ഇതായിട്ട് മനോഹരമായിട്ട് ഇത്രയും താഴോട്ട് വരുന്നത്. തട്ടായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് വീടുകളുണ്ട്. പിന്നെ ഈ വരുന്ന വഴികളും വളരെ മനോഹരമാണ്. നല്ല ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് വരാൻ പറ്റും. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇന്നത്തെ രാവിലെ ഫസ്റ്റ് വന്ന സ്ഥലം. രണ്ട് സ്ഥലങ്ങൾ ഒരുമിച്ച് കാണാൻ പറ്റും. അത് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായി. നമ്മുടെ ഇതിൻ്റെ പുറകെ കാണുന്ന എരപ്പനാംകുഴി വാട്ടർഫാൾ, നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന വ്യൂ ആണ് ആദ്യം കണ്ടത്. ഇനി നമുക്ക് ഇതുവരെ തന്നെയാണ് പോകാൻ പറ്റുന്നത്. ഇന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും അത്യാവശ്യം പാറ ഉണങ്ങിയതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ വരാൻ പറ്റും. നമ്മൾ മുകളിൽ നിന്ന് കണ്ടപ്പോൾ പോലും ഇത്ര ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. എന്തായിരുന്നാലും ഇവിടെ വന്നപ്പോൾ അവിടെ ഇതുപോലെ വേറെ ഒരു കുഴപ്പമില്ല. കുത്തനെ ചരിവുള്ള പാറകളൊന്നുമല്ല. പക്ഷേ ഇവിടെ എന്തായിരുന്നാലും ആരായിരുന്നാലും മുള്ളുകളൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചരിവുണ്ട്. അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ഇതും ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ അല്ല, ടൂറിസ്റ്റ് പ്ലേസ് അല്ല, എന്തായിരുന്നാലും മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണ് നമ്മളിവിടെ ഇങ്ങോട്ട് വന്നത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ വന്ന് ഒരിക്കലും നശിപ്പിക്കാതിരിക്കുക. ഇത് എന്തായിരുന്നാലും ഒരു നാച്ചുറലായിട്ടുള്ളൊരു സ്ഥലം പോലെ നമുക്ക് കാണാൻ പറ്റും. മുകളിൽ വീടുകളുണ്ട് എങ്കിൽ തന്നെ നല്ലൊരു കാടിൻ്റെ ആംബിയൻസ്, നല്ലൊരു വെള്ളച്ചാട്ടം. ഇവിടെ നിന്ന് ദൂരെ നിന്ന് എത്ര സമയം വേണമെങ്കിലും എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് നോക്കി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ നമ്മുടെ കടന്നാക്രമണങ്ങൾ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ വന്ന് പിന്നെ ഇവിടെ ആസ്വദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ പിന്നീട് മലിനമാക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് അടിപൊളി ഒരു സ്ഥലമാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇനി അടുത്തൊരു സ്പോട്ടിലോട്ട് പോവുകയാണ്. എരപ്പനാംകുഴി വാട്ടർഫാൾ വളരെ മനോഹരമായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് നമുക്ക് തന്നത്. ഇവിടുത്തെ ആൾക്കാരും അതുപോലെയാണ്. സത്യം പറയാം, കുറേ ആൾക്കാർ നമ്മൾ സംസാരിച്ചു. വരുന്ന വഴി നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ആൾക്കാർ സംസാരിച്ചു. അവരെല്ലാം നല്ലൊരു സഹകരണമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ വലിയ ടൂറിസ്റ്റ് പ്ലേസിൽ പോയി നമ്മൾ കാണുന്നതിനേക്കാളും ഇതുപോലുള്ള ആൾക്കാരും ഗ്രാമീണ ഭംഗിയൊക്കെ കാണുന്നതാണ് നമുക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വളരെ നല്ലൊരു സ്ഥലം, അടിപൊളി. പിന്നെ ഒന്നുകൂടെ പറയട്ടെ, നമ്മളിപ്പോൾ ഓൾ കേരളയിൽ നമ്മളിപ്പോൾ സ്പോട്ടിൽ ലൈവ് നമ്മൾ കിട്ടുന്ന ആ സ്ഥലങ്ങളാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഈ സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചോ ഒന്നും നമുക്ക് പരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ലൈവിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞ് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഈ പേര് വന്നതിന് കാരണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസും നമുക്ക് അറിഞ്ഞുകൂടാ. അത് നമുക്ക് വേണമെങ്കിൽ നെറ്റിൽ നോക്കിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മൾ ഇവിടുത്തെ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ നാച്ചുറൽ ബ്യൂട്ടി ഒന്ന് ആസ്വദിക്കുക, അതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ വീഡിയോയ്ക്കും അതും ബാധകമാണ്. കാരണം ഞാൻ പറയാൻ കാരണം നമ്മൾ ഇത് കഴിഞ്ഞ് റൂമിൽ പോയിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്തിടുന്നത്. നമുക്കൊരു വലിയൊരു ഡോക്യുമെൻ്ററി ടൈപ്പോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സമയം ആവശ്യമാണ്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കണ്ടെത്തിയിട്ടേ നമുക്കത് വിശദീകരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മൾ ഇവിടെ നിന്നുള്ള മാക്സിമം വിഷ്വൽസ് നമ്മൾ കവർ ചെയ്യാൻ നോക്കും. ഓക്കെ, മുന്നോട്ട് പോവാം.
അടുത്ത് വരരുത്. വേണ്ട വേണ്ട. സൂപ്പർ. നമ്മൾ ഇത് കാണാൻ വേണ്ടി വന്നാ. നെടുമങ്ങാട് വന്നിട്ടുണ്ടോ? മലയും കീഴാ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നേ. ആ അടിപൊളി. ഇവിടെ എങ്ങനെ ഉണ്ട്? അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് പോകല്ലേ? ഓ ഇരപ്പാൻകുഴി വാട്ടർഫോളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഓട്ടുപാറ വ്യൂ പോയിന്റ്. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ എപ്പോഴും പറയും പോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ട് പോണതാണ്. എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇത് നമ്മൾ വന്ന വഴിയല്ല, തിരിച്ച് ആ വന്ന വഴി തന്നെ നേരെയുള്ള റോഡ് തിരിച്ച് റോഡിൽ ഇറങ്ങാൻ പറ്റും. അതിവിടെ ചോദിച്ച് അന്വേഷിച്ച് അറിഞ്ഞാണ്. ഇനി നേരെ പോയി ഇറങ്ങിയതിന് ശേഷം, എല്ലാം കുഞ്ഞു റോഡാണ്, പോയി ഇറങ്ങിയതിന് ശേഷം മെയിൻ റോഡിലാണ് പോയി ഇറങ്ങണം. അവിടെ നിന്ന് നമുക്ക് ഈ ഓട്ടുപാറ വ്യൂ പോയിന്റിലോട്ട് പോകാം. അപ്പോൾ നമ്മളവിടെ കാർ ഒതുക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ തന്നെ തുടങ്ങുന്ന ഒരു വഴി കുറച്ച് ദൂരം നടന്നു പോകണം. ഓട്ടുപാറ എന്നാണ് പറഞ്ഞ് ഇവിടെ ഉള്ളവരല്ല, സ്ഥലപ്പേര് ഊട്ടുപാറ എന്നാണ്. അപ്പോൾ കുറച്ച് ദൂരം അകത്തോട്ട് നടന്നു പോയാൽ അതിൻ്റെ വ്യൂ കാണാൻ പറ്റും. അകത്തോട്ട് നടന്നു പോയി നോക്കാം. ഊട്ടുപാറ എത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരം നടന്നാൽ, ഒരു അല്പ ദൂരം കൊണ്ട് നടന്നാൽ വണ്ടി നിർത്തിയിട്ട് നമ്മളവിടത്തെ പോലത്തെ ഇവിടുത്തെ നല്ല വ്യൂ പോയിൻറ്റുകൾ ആയിരിക്കണം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വളരെ വിശാലമായിട്ടുള്ള പാറ, ഇത്രയും വലിയ ഏരിയ, ഇത്രയും വലിയ ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു വലിയൊരു വൈഡായിട്ടുള്ള വ്യൂ കാണാം. അവിടെയൊക്കെ റോഡ് കാണാം, ബസ് നിർത്തിയിട്ടുണ്ട് അതുപോലെ. അവിടെ അങ്ങ് ദൂരെയൊക്കെ പള്ളികൾ കാണാം. അങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ചേട്ടാ എവിടെയാണ് താമസം? ഇതെന്തിൻ്റെ പരിപാടിയാ? വെള്ളം ശുദ്ധീകരിക്കുന്നതാ? ഇതിനകത്ത് അടിച്ചിട്ടാ എല്ലായിടത്തും സപ്ലൈ ചെയ്യും. ചുറ്റിനും പാറയാ, ഓരോരുത്തർക്കും ഓരോ. അപ്പുറത്തൊരു പാറയുണ്ട്, അതിന് പാണ്ഡ്യം പാറ. അതാണ് പാണ്ഡ്യം പാറ. അതിനപ്പുറത്തൊരു പാറയുണ്ട്, അതിന് കരണ്ടകത്തും പാറ. ഇവിടെ ആൾക്കാരൊക്കെ വരാറുണ്ടോ ഒരുപാട്? ഇവിടെ ഉണ്ടാ ഒരു മലനടയൊക്കെ ഉണ്ട്. വിളക്ക വയ്ക്കുന്ന. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മധു. ഓക്കെ ചേട്ടാ, നമ്മൾ ഈ കേരളം മുഴുക്ക കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അങ്ങനെയാണ് ഇതുപോലുള്ള കുഞ്ഞു സ്ഥലങ്ങളെല്ലാം ടച്ച് ചെയ്ത് പോകുന്നത്. വലിയ ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും അല്ല, അല്ലാതെ ഇതുപോലുള്ള സ്ഥലങ്ങൾ കയറി പോവാം. ഇന്ന് 4ാമത്തെ ദിവസമാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരിക. ഓക്കെ, ഇല്ല നമ്മളെ ഫാമിലി ഉണ്ട്, കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ മധു എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് നമ്മളിപ്പോൾ കണ്ടത്. സത്യം പറഞ്ഞാൽ ഇതാണ് സന്തോഷം. നമ്മൾ ഒരിക്കലും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഇപ്പോൾ വലിയ ഇത് റൈഡുകളാണ് അങ്ങനെയൊക്കെ കാണുന്നതിലുപരി അത് നല്ല കാഴ്ചകളാണ്, ഇല്ലെന്നല്ല. പക്ഷേ ഇതുപോലെ ഇവിടെ ഉള്ള ആൾക്കാരുടെ അടുത്തൊന്ന് ഒരു സെൻറ്റൻസ് എങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാൻ ക്യാമറ ഇരിക്കുന്ന ചേട്ടൻ കണ്ടു, വേറെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ചിലർ പറയും വേണ്ട എടുക്കണ്ടെന്ന്. എടുക്കണ്ടാത്തവരെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ അല്ലാതെ ചോദിച്ചിട്ട് എടുക്കുന്നവരുണ്ട്, ചിലർ താല്പര്യം കൊണ്ട് വരുന്നവരുണ്ട്. പിന്നെ നമ്മുടെ ഈ ഓൾ കേരള ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു കമൻ്റ് ഇടുന്നതായിരിക്കും, അത് ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ നിങ്ങൾ നമ്മളെ വീട്ടുകാരൊക്കെ വിളിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഓൾ കേരള വന്നതിന് ശേഷം ഇന്നലെയും പറഞ്ഞു, ഇത്രയും ആൾക്കാർ നമ്മളെ കെയർ ചെയ്യുന്നുള്ളത് മനസ്സിലായി. സത്യം പറഞ്ഞാൽ നമ്മളെ ബന്ധുക്കളായിരുന്നാലും വീട്ടുകാരായിരുന്നാലും കൂട്ടുകാരന്മാരൊക്കെ രാവിലെ ആകുമ്പോൾ അലാറം വെച്ച പോലെയാണ് വിളിക്കുന്നത്. എടാ ഇന്ന് എവിടെയാണ് പോണത്, എങ്ങോട്ടാണ് യാത്ര? മെയിനായിട്ട് അരുൺ ചേട്ടൻ വിളിക്കുന്നുണ്ട്, നമ്മുടെ ദീപു, എൻ്റെ കൂടെ പഠിച്ച ദീപു വിളിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാർ, പേര് ഞാൻ വിട്ടുപോകുന്നതാണ്, വേറെ ആരും വേറെ വിചാരിക്കരുത്. ഡെയിലി വിളിക്കുന്ന ആൾക്കാർ, പിന്നെ ബന്ധുക്കൾ വിളിക്കുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമാണ്. അപ്പോൾ ഇത് നമ്മളെ ഊട്ടുപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ പേരൊക്കെ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും.
പക്ഷേ അതൊന്നും നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ഉള്ള ആൾക്കാർക്ക് പോലും അറിയത്തില്ല. ഞാൻ ഇവിടെ ഉള്ള ആളുടെ അടുത്ത് ചോദിച്ചാൽ. പക്ഷേ അടിപൊളി സ്ഥലം. എന്താണ്ട് നോക്കി, അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. നല്ല രസമുണ്ട്. അതാണ്ട് വെള്ളവും പുല്ലും നനഞ്ഞ് കിടക്കുന്ന ചെറുക്കലുണ്ടോ? ചെറുക്കലില്ല. അപ്പോൾ രാഹിയും അമ്മയൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം ചെറുക്കൻ ഉറങ്ങിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. ആ ചേട്ടൻ പറഞ്ഞാൽ ഇവിടെ വിളക്ക് വയ്ക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പോലെ ചെയ്തിട്ടുണ്ട്. വിളക്ക് വയ്ക്കുന്ന പരിപാടിയുണ്ട്. ഇതാണ്ട് പുറകിലോട്ട് പോകുമ്പോൾ ഇത്രയും വലിയ പാറയാണ്. നമ്മുടെ വാട്ടർ ടാങ്കുണ്ട്, വെള്ളം ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കുണ്ട്. പിന്നെ ഈ സൈഡിലാണ് നമ്മൾ കയറി വന്നതിൻ്റെ ഇങ്ങറ്റം സൈഡിലാണ് ഈ വിളക്ക് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ആൾക്കാർ വന്ന് വിളക്ക് വയ്ക്കുന്ന പതിവുണ്ടാവും. ഇവിടെ ആർച്ചോ ബോർഡോ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഏത് അമ്പലമാണ് ഏത് പ്രതിഷ്ഠയാണെന്നൊന്നും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള അമ്പലത്തിൻ്റെ ആർച്ചോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ പാറപ്പുറത്ത്, കറുത്ത പാറപ്പുറത്ത് ഇതുപോലുള്ള പുൽച്ചെടികൾ വളം നിൽക്കുന്ന കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്. വേറൊന്നും കൊണ്ട് പറയല്ല, നമ്മൾ ഈ ക്യാമറയിൽ എങ്ങനെ കാണുന്നതെന്ന് അറിഞ്ഞൂടൂ. പക്ഷേ ഇതിൽ നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു വിജനമായ പാറപ്പുറത്ത് എന്ത് പറയാം, ഇതിന് ഭയങ്കര രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്? ഭയങ്കര രസമല്ലേ? പക്ഷേ കുറേ നാളൂടെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ മരമൊക്കെ സെറ്റാവും. ഇപ്പോഴേ അതിൽ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ മരമൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസേ മാറും. ഇവിടുത്തെ ഇപ്പോഴേ കല്ലൊക്കെ വെച്ച് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മരം വളർന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ അടിപൊളി മരമാവും. ഇവിടെ ഒരു കാവ് സെറ്റപ്പ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തന്നെ ചിലപ്പോൾ ഒരു അല്ലേ, ഇപ്പോൾ ഏത് ദൈവത്തെ വിളിക്കുന്നതെന്നുള്ള അല്ല, എന്തായിരുന്നാലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നാലും ഒരു പ്രത്യേക ഒരു എന്താണ് ഒരു രസമെന്ന് പറയാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കാനൊരു താല്പര്യമായിരിക്കും. ഇന്നും ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇലയോ എന്തൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാര്യം. ഒരു അപകട സാധ്യത പറയാൻ പറ്റില്ല. കാര്യം ഇത്രയും വിശാലമായിട്ടുള്ളൊരു പാറയാണ്. വേറെ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും വേണമെന്നില്ല. നമ്മൾ എന്തിലോട്ടൊന്നും പോകാതിരുന്നാൽ പാറ ചർക്കലൊന്നുമില്ല. എന്തായാലും അടിപൊളി വ്യൂ ആണ്. അടിപൊളി ഒരു നല്ല വൈബുള്ള സ്ഥലമാണ്. കണ്ടാൽ തന്നെ അറിയാം. നോക്ക്, പുറകിലോട്ട് നോക്ക്, ഇത്രയും വിശാലമായിട്ടുള്ള പാറ, അവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഊട്ടുപാറ എന്നുള്ള സ്ഥലം നമ്മളിനി ഇറങ്ങാൻ പോവാണ്. കാരണം നമുക്ക് ഇനി ഒത്തിരി സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. ഇന്ന് നമ്മൾ പറ്റുവാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലേക്ക് കയറാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ചെങ്ങന്നൂരാണെന്ന് നമ്മൾ റൂം എടുത്തേക്കുന്നത്. നമ്മൾ ഇന്ന് ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ പോകാൻ പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ഒരു ഫാമിലി ട്രിപ്പാണ്, ഓൾ കേരള ട്രിപ്പാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ ഡെയിലി മുടങ്ങാതെ 7 മണിക്ക് ചാനലിൽ വരും. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കൊരു ചെറിയൊരു സപ്പോർട്ടായിരിക്കും അത്. ഇനി നമ്മൾ ബാക്കിയുള്ള ജില്ല തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഇത്ര നമ്മൾ പോയി. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിനി ബാക്കിയുള്ള ജില്ലകൾ പോകാനുണ്ട്. മഴ മുന്നറിയിപ്പുണ്ട്. നമ്മൾ ഒരുപാട് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിലുള്ള ആൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്കോ വാട്സാപ്പോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയായിരിക്കും. ഒരുപാട് നാൾ നമ്മൾ കാത്തിരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയത്. തുടങ്ങിയപ്പോൾ അവിടെ നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് ആൾക്കാർക്ക്. പക്ഷേ ഇവിടെ വേറെ വിഷയമൊന്നും ഇതുവരെ ഇല്ല. എന്തായിരുന്നാലും നമ്മൾ സേഫായിട്ട് മാത്രമേ യാത്ര ചെയ്യുള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ യാത്രയെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളോ എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ട്, പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്യാവുന്നതാണ്. കുറച്ച് ആൾക്കാർക്ക് നമ്മളെ ചാനൽ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വലിയൊരു കൈത്താങ്ങാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് ബന്ധപ്പെടാം. ഒരു കമൻറ്റ് ചെയ്യുകയോ നമ്പർ ഇടുകയോ ചെയ്താൽ നമ്മൾ നിങ്ങളെ വിളിച്ച് ഡീറ്റെയിൽസ് തിരക്കും. നമുക്ക് ഇതുവഴി നിങ്ങളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും പറ്റും. നമുക്കും ഒരു ഹെൽപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഊട്ടുപാറയിൽ നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ കാറിലേക്ക് പോയി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്.
ചവിട്ടുപാറ വന്നു, അവിടുത്തെ കാഴ്ചകൾ കണ്ടു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അരുവിക്കൽ വാട്ടർഫാൾ. ഇവിടുന്ന് അരുവിക്കൽ വാട്ടർഫാൾ വരെ ഏകദേശം 9 കിലോമീറ്ററാണ് ഉള്ളത്, 9 കിലോമീറ്റർ ദൂരമാണുള്ളത്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടു. അതിനിടയ്ക്ക് നമ്മൾ ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു, ചായയൊക്കെ കുടിച്ചു. ഇവിടുന്ന് തന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിൽ പോയി, അതിനുശേഷം 2 പാറകൾ കാണാൻ പോയി. ഇനി അടുത്തൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. ടിക്കറ്റ് എടുത്ത് കാണുന്ന സ്ഥലങ്ങൾ ഇവിടെ നമ്മൾ വേറെ പോയിട്ടുണ്ട്, കോന്നി, ആനക്കൂട് അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അതൊക്കെ ഒഴിവാക്കുന്നത്. അത് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുന്നത്. കുറച്ചുകൂടെ നല്ല വിഷ്വൽസ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തേടി പോകുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ രാവിലെ ഇറങ്ങുമ്പോഴത്തേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സമയം ആയി വരുന്നതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എടുത്ത് നമ്മൾ പോകുന്നത്. ഇനി അടുത്തൊരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അരുവിക്കൽ വാട്ടർഫാൾ ഒരു 9 കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അരുവിക്കൽ വാട്ടർഫാൾ എത്തിയിട്ടുണ്ട്. 9 കിലോമീറ്റർ ആയിരുന്നു ദൂരം. ഇവിടെ തൊട്ട് താഴെ തന്നെ റോഡ് സൈഡിൽ തന്നെയാണ് അരുവിക്കൽ വാട്ടർഫാൾ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി അതിൻ്റെ എന്താണ് സംഭവം എന്ന് നോക്കിയിട്ട് വരാം. അവിടെ ഒരു ചർച്ച ഉണ്ട്. ഇത് അരുവിക്കൽ ജംഗ്ഷനാണ്. ഇനി ഇവിടെ നിന്ന് ഇതാണോ വഴിയെന്ന് സംശയമുണ്ട്. ഇതായിരിക്കും വഴി. ഇതുവഴി ഒരു നടന്നു പോയ ഒരു വഴിയുണ്ട്. ഇതുവഴി നമുക്ക് ഇറങ്ങി അങ്ങോട്ട് ആകോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ എന്നാൽ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. മുകളിൽ നിന്ന് മുകളിലുള്ള വ്യൂ കാണാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് വന്നിട്ട് കയറി നോക്കാം. ഓക്കെ. ഫുള്ള് ചെടികൾ വളർന്ന് നിൽക്കുകയാണ്. എന്തായിരുന്നാലും ഇതും അതുപോലെ തന്നെ നമ്മൾ മാപ്പിൽ സെർച്ച് ചെയ്ത് എടുത്ത സ്ഥലമാണ്. മുള്ളു പിടിച്ച് ഒരുവിധം വലിപ്പമുള്ള വെള്ളച്ചാട്ടം തന്നെയാണ്. കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. പക്ഷേ ഇറങ്ങുന്ന വഴിയൊക്കെ ഇങ്ങനെയുള്ള വഴിയാണ്. മാപ്പിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അടിക്കുമ്പോഴാണ് പറഞ്ഞാൽ അംഗീകൃത ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, എന്നാലും കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ വെള്ളച്ചാട്ടം കാണിച്ചു തരാനല്ലേ നിങ്ങൾ പറയണത്. അതെ, ഇതാണ് വെള്ളച്ചാട്ടം. കണ്ടോ? ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും. ഞാനും നോക്കിയില്ല ഇതുവരെ, വരുന്നതിന് വരെ ഞാനും നോക്കിയിട്ടില്ലായിരുന്നു. ഇന്നലെ ഇവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വെള്ളമെന്ന് തോന്നുന്നു. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. മോനെ ഇത്രയും വീതിയിലുള്ളൊരു വെള്ളച്ചാട്ടം. ആ മരം ഹൈലൈറ്റാണ് കേട്ടോ. മരം ആ പാറയുടെ ഇത്രയും പ്രതിരോധിച്ച് നിൽക്കുകയാണ്. ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ അടിപൊളിയായിട്ട് വേരുറപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരുറപ്പിച്ച് ആ എൻഡിലാണ് ആ മരം നിൽക്കുന്നത്. ഇപ്പുറത്തുണ്ടായിരുന്നത് അത് വെട്ടിക്കളഞ്ഞു. അതിൻ്റെ മരത്തിൻ്റെ വേരുകളാണ് ഇങ്ങനെ താഴെ വരെ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ വെള്ളം വന്ന് വീണിട്ട് താഴേക്ക് ഒഴുകി പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ അരുവിക്കൽ വാട്ടർഫാൾ. അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ആ മുകളിലാണ് നമ്മൾ കണ്ട ആ പള്ളി. നമ്മളെ വണ്ടി ഈ ഭാഗത്തായിട്ട് ഇരിക്കുന്നുണ്ട്. അടിപൊളിയാണ്. സൂപ്പർ സ്ഥലമാണ്. അത്യാവശ്യം ഒഴുക്കുണ്ട്. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റും. നമ്മളിപ്പോൾ ഇറങ്ങുന്നില്ല. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റും. അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ താഴോട്ടൊന്നും ഇറങ്ങില്ല. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര സ്ഥലത്തൂടെയാണ് വെള്ളം പറഞ്ഞതല്ലേ. 1, 2, 3, 4, 5, 6, 7 സ്പേസിൽ കൂടെ ഇപ്പോൾ വെള്ളം ചാടുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ ഇതൊന്നും അല്ല, ലെവല് മാറും. എല്ലാം കൂടെ ഒത്തിങ്ങ് വരും. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? നമ്മളിവിടെ ഉള്ള
ഇവിടെ നിന്ന് പയ്യന്മാരത് ഇവിടെ കുളിക്കാൻ ഇറങ്ങിയതാ. ഇവിടെ ആഴമൊന്നുമില്ല കേട്ടോ, ഇവിടെ നിന്ന് ആഴമൊന്നുമില്ല, അവർ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇതാ അടിപൊളിയാണ് വളരെ. നമുക്ക് കുളിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല, തീരുമാനമില്ല. എന്തായാലും കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്ര പോകണം, അടുത്ത സ്ഥലത്ത് പോകണം. അതുകൊണ്ട് നമ്മൾ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നില്ല, ഇവിടെ നിന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. നമ്മളിവിടുന്ന് അഭിഷേകം എന്ന് പറഞ്ഞൊരു ബ്രോയാണ് പരിചയപ്പെട്ട അടുത്ത കൂട്ടുകാരാണ് നമ്മുടെ പേര്. നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം. നമ്മുടെ വാട്ടർഫാളിൻ്റെ മുകളിലുള്ള കാഴ്ചയാണിത്. ഇതുവഴിയാണ്. ഇവിടെ താഴെ മനോഹരമാണ്. ഇവിടെ ഇപ്പോൾ വേസ്റ്റ് വന്ന് അടിഞ്ഞാണ്, ഓല ചവറൊക്കെ അടിഞ്ഞ് കിടപ്പുണ്ട്. നമ്മളെ പറഞ്ഞ മരം താന്നിപ്പുണ്ട്, അടിപൊളി. വെള്ളം അതുവഴി ഇതുവഴി എല്ലാ വഴിയും വെള്ളം ചാടുന്നുണ്ട്, അടിപൊളി അല്ലേ. അത് തൊട്ടടുത്താണ് കേട്ടോ, ഇത് വേറെ ഒന്നല്ല, നമ്മുടെ കൂട്ടുകാരന്മാർ അവിടെയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ വെള്ളം ഇതുവഴി ചാടുന്നു. നമ്മളെ മെയിൻ റോഡ് ഇവിടെയാണ്, കാർ ഇവിടെയാണ് കിടക്കുന്നത്, ഇത്ര അടുത്താണ്. അപ്പോൾ ഇവിടുന്ന് പോവാം, അടുത്ത സ്ഥലത്തേക്ക് പോവാം. അരുവിക്കൽ വാട്ടർഫോളാണ് നമ്മൾ എത്തിയത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകാൻ പോകുന്നത് അരുവിക്കുഴി വാട്ടർഫോളാണ്. രണ്ട് പേരും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. അരുവിക്കുഴി. അരുവിക്കുഴി അത് ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 9.5 ഏകദേശം 9.5 കിലോമീറ്റർ, 9.5 17 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തേക്കുള്ള പത്തനംതിട്ട ജില്ലയിലുള്ള വാട്ടർഫാളുകളൊക്കെ കഴിയുമെന്നാണ് തോന്നുന്നത്. ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് നമ്മൾ രാവിലെ പോയത്, എന്നാലും വളരെ മനോഹരമായിരുന്നു കാഴ്ചകൾ. ഇനി ആ ഒരു സ്ഥലത്തൂടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൂടെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അരുവിക്കൽ വാട്ടർഫാൾസിൽ നിന്ന് അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വന്നു. അരുവിക്കരയുണ്ട് നമ്മളവിടെ. ഇത് അരുവിക്കുഴിയല്ലേ, അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളാണ്. ടൂറിസ്റ്റ് പ്ലേസ് ആണോ അറിയില്ല. ഓ കൊച്ചുക്കു, അയ്യോ പോവാന്ന് പറ. പാറയിലല്ല ഇത്, വെള്ളച്ചാട്ടത്തിൽ പോവാ. മുന്നേ പറഞ്ഞ മുന്നേ അല്ലേ വരുന്നുള്ളൂ, മുന്നേ കൊണ്ടേ പോകത്തുള്ളൂ. ഇപ്പൊ അങ്ങനെ ആയാ? എന്നെ കൊണ്ടുപോവോ? എന്നെ കൊണ്ടുപോവോ? എന്നെ കൊണ്ടുപോകി നിക്ക് എന്നെ ഇട് വീടല്. എന്നെ കൊണ്ടുപോകി വാ. ഇവിടെ ആൾക്കാർ എത്ര കുളിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം. അപ്പം ഇവിടെ സംഭവം കുറച്ച് ഒരു വ്യൂ പോയിന്റ് പോലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇവിടെ അല്ല, തൊട്ടപ്പുറത്താണ് എൻ്റെ മെയിൻ സ്പോട്ടെന്ന്. വെള്ളച്ചാട്ടം വാട്ടർഫോൾ കാണുന്ന കുറച്ച് അപ്പുറത്താണ്. ഇവിടെ നിന്ന് താഴോട്ട് പോയി നോക്കാം, അവിടെയാണ് മെയിൻ സ്പോട്ട്. അതല്ല, അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു കയറി നിൽക്കാൻ വേണ്ടി ചെറിയൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അങ്ങ് ദൂരെ കിടിലം ഒരു പാറ ഉണ്ട്, കിടിലം പാറ. ഏത് പാറയാണെന്ന് അറിഞ്ഞൂടെ, എന്തായാലും നമ്മളവിടെ പോയില്ല ഇന്ന്. കിടിലം ഒരു പാറയുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വണ്ടിയിൽ കയറുന്നു. അവിടെ പോയതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. റോഡിൽ നിന്ന് ഇത്ര കത്തിക്കൊണ്ട് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയത് അങ്ങോട്ട് പോകാനുള്ള വഴിയാണ്. അട്ടയും പാമ്പും എല്ലാം ഉണ്ട്. വഴി വളരെ ദുർഘടമാണ്. കാരണം വെള്ളം ഒഴുകിപ്പോയതിൻ്റെ പാടാണ് ഈ കഷ്ടപ്പാട് കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ദുർഘടം പിടിച്ച വഴിയാണ്, വേറെ വഴി ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ മുകളിലാണ് പോയത്. മുകളിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ കൂട്ടുകാരന്മാർ പറഞ്ഞതനുസരിച്ച് നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് മെയിനായിട്ടുള്ള വ്യൂ എന്നാണ് പറയുന്നത്. പക്ഷെ വഴി നല്ല ഡേഞ്ചറാണ്. വേറെ വഴിയുണ്ട് വരാൻ, അതുവഴി വേറെ വഴി കിടപ്പുണ്ട്. ഓക്കെ, എന്തായിരുന്നാലും നമുക്ക് ഇപ്പോൾ ഇതുവഴി ഇറങ്ങാം. ഓരോ കാര്യം ചൂസ് വെക്കുക. വേറെ
അടിപൊളി 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 അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? സൂപ്പറല്ലേ? കൊള്ളാം അല്ലേ മുന്നേ? ഓ നല്ല പവറായിട്ട് വരുന്നുണ്ട്. വെള്ളം കൂടിയാതോ അല്ലേ? ഓക്കെ, നമ്മൾ ഓൾ കേരള ട്രിപ്പ് തുടങ്ങിയതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഈ 4 ദിവസമായി. ഇതിലുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് എന്ന് തന്നെ പറയാം അരുവിക്കുഴി വാട്ടർഫാൾസ്. നമ്മൾ നേരത്തെ പോയിരുന്നു അരുവിക്ക്, അതൊക്കെ ഇതിനെക്കാട്ടി ചെറുതാണ്. അതിനെക്കാട്ടി വലിയൊരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ മുകളിൽ കണ്ടത് ചെറുതായിരുന്നു, അതിൽ നിന്നും കൂടെ വരുന്ന വെള്ളമാണ് ഇത്. ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നുണ്ട്. ഇതാ കല്ല് കൂട്ടി വെച്ച് അവർ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഫോൾസ് കൂടുതൽ ഇത് വെള്ളം ഇനി കൂടിയെന്നൊക്കെ തോന്നിപ്പോകും. ഓക്കെ, അപ്പോൾ അരുവിക്കുഴി വാട്ടർഫാളിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. എടാ ഇതെൻ്റെ കാലിനെ ആടാ ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എവിടെ മുന്നേ ചെയ്യേ കൊള്ളാം. ഓ, ഒരുപാട് ആൾക്കാർ വരും. നമ്മൾ നേരെ മുകളിലാണ് നേരത്തെ നിന്നത്, ഇപ്പോൾ താഴെ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വരെ ആൾക്കാരിന്ന് കുളിക്കുന്നുണ്ട്. ഇവിടെ കുളിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് ഈ ചെയ്തിരിക്കുന്നത്. പക്ഷേ കൂടുതൽ വെള്ളം ഉള്ളപ്പോൾ ഡേഞ്ചറാവാം, കൂടുതൽ വെള്ളം വരുമ്പോഴേ. ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടിപൊളി വെള്ളച്ചാട്ടം. എല്ലാ ആൾക്കാരും കുളിച്ച് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുളിക്കാനൊന്നും ഇറങ്ങുന്നില്ല. പക്ഷേ മുകളിലും ആൾക്കാരുണ്ട്. മുകളിലും ഇതുപോലെ തന്നെ കുളിക്കാൻ വേണ്ടി ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെയാണ്. മുകളിൽ നമ്മൾ പോയി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഓക്കെ ബൈ. നമ്മൾ നേരത്തെ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഓടിപ്പോയല്ലേ. ഓക്കെ ഓക്കെ ബൈ. നമ്മൾ താഴെ ഇറങ്ങി. അടിപൊളി സൂപ്പർ. ബൈ. അരുവിക്കുഴി വാട്ടർഫാളിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മളിവിടെ തിരിക്കുമ്പോൾ അവർ പറഞ്ഞു തൊട്ടടുത്തൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന്. ക്രഷറാണ്, പാറ പൊട്ടിക്കുന്ന സ്ഥലമാണ് ജസ്റ്റ്. അപ്പോൾ ഒരു ഫ്രണ്ടേ പോയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് അതുവരെ ഒന്ന് പോയി നോക്കാം. അതിനുശേഷം നമ്മൾ വേറൊരു പാടശേഖരത്തിലേക്കാണ് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ. ഇപ്പോൾ നമ്മൾ ഇവർ പറഞ്ഞ സ്ഥലമാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വേറെ കുറേ സ്ഥലം പറഞ്ഞു, പക്ഷേ നമുക്ക് ഇനി നമ്മൾ വന്ന റൂട്ടിന് എതിരായിട്ട് തിരിച്ചു പോകണം. അതുകൊണ്ട് അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവർ നിൽക്കണത്. കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി ഇവിടെ, കുറച്ച് പയ്യന്മാര്. അവർക്ക് നല്ല താല്പര്യമായിട്ട് അവർ പറഞ്ഞു അവരെ നമുക്ക് നിരാശപ്പെടുത്തണ്ട, അവരൊരു നല്ലൊരു വ്യൂ പോയിന്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അല്ല, ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. അവർ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവർ പോയതാ വിചാരിച്ച. അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിനേക്കാളും വലിയ ഇൻട്രസ്റ്റ് ആണ് നമുക്ക്. കാരണം ഒരു പരിചയമില്ലാതെ നമ്മൾ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട് അവർ ഇത്രയും ഒരു സപ്പോർട്ട് നമുക്ക് ചെയ്യുമ്പോഴേ ഭയങ്കര സന്തോഷം. എന്തായിരുന്നാലും നമുക്ക് ഒന്ന് പോയി കുറച്ച് സമയം അവരോട് നിന്ന് അവിടുത്തെ കാഴ്ച കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് ഇനി നമ്മൾ ഹാപ്പി, അവരെ ഹാപ്പി മാത്രമല്ല നമുക്ക് സ്ഥലം എന്തായിരുന്നാലും നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത് വേറൊരു ചെറിയൊരു സ്പോട്ട് കൂടെ ഉണ്ട്. അതുകൂടെ ആകുമ്പോഴേ നമ്മുടെ ഇന്ന് ഉച്ചത്തെ 4 മണിക്കാറ്റ് എനിക്ക് ഫോട്ടോ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. നമ്മളിതിനടുത്ത് പോകുന്നത് അത് കറക്റ്റ് അറിയില്ല. എന്തായിരുന്നാലും ഇന്നത്തെ ഉച്ചത്തെ ഉള്ളവരെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. വളയ്ക്കാൻ പറ്റിയാൽ വളയ്ക്കാൻ പറ്റും. അല്ല, ഈ സ്ഥലത്തിന്റെ പേരെന്തിനാണ്? ഒരു പേരിടും. നമ്മളിവിടെ ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് പറഞ്ഞ പത്തനംതിട്ട ജില്ലയില് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതെ. അതെ, അതാണ് പമ്പേറ. അത് ഉറപ്പാണോ? ആണല്ലോ. തെറി വിളിക്ക് കമന്റിട്ട് നമ്മളെ പാറക്കോറിയല്ലേ താഴെ? പാറക്കോറിയല്ലേ? നമ്മളെങ്ങോട്ടേക്കൊക്കെ പോവാ. പാറ പൊടിച്ചാൽ പോലും താഴെ നമുക്ക് അവിടെ ഒരു പാറക്കോറി പോലെയുള്ള മുകളിലൊരു വ്യൂ പോയിന്റ്, അതിന് കണക്കിലാണ് മുകളിലോട്ട് വന്നത്. ഒരു ചെറിയ നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം എന്താണ് സംഭവം എന്ന്. ആ പയ്യന്മാർക്ക് അറിഞ്ഞുകൂടാ.
പയ്യന്മാർക്ക് അറിഞ്ഞൂടാ, അവർക്ക് അറിഞ്ഞൂടാ. അവർ ഇപ്പം എൻ്റെ ഫോണിൽ കണ്ടായിരിക്കും വന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെ ട്രിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. കോമഡി എന്ന് പറഞ്ഞു ആ വണ്ടി കളയാൻ കൊണ്ടുപോകണേ. പറയുണ്ട് എവിടെയാണെന്ന് അറിഞ്ഞൂടെ, എന്താണ് സംഭവം എന്ന് അറിഞ്ഞൂടെ. പറയില്ലേ? പറയുണ്ട് ആണ്ട പറ, ഇതിൽ പറയില്ലേ? ആ ഓക്കെ മുകളിൽ പാറമട ഉണ്ടെന്നാണ് പറയണേ. പക്ഷെ ഇത് ഇവിടെ ചെറിയ കുളം, ഇത് ഓഫ് റോഡ് ജീപ്പൊക്കെ കയറി പോകുന്ന വഴിയാണ്. രണ്ട് സൈഡും ടയർ പിടിച്ച പാടുണ്ട്. എന്തുവാടേ പാറക്കുളം ഇതാണോ? പോവാം. ആ വണ്ടിക്കൊന്നും പറ്റിയില്ല, ഇവിടെ ഉണ്ട്. ആ അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്തായിരുന്നാലും മുകളിൽ വന്നതിൽ നഷ്ടമില്ല. പാറയാണെങ്കിൽ വല്ലാത്തൊരു ആംബിയൻസ് ആണ്. ഒരു ക്ഷേത്രമാണ് മുകളിലൊരു ക്ഷേത്രമാണ്, വൈഡായിട്ടുള്ളൊരു പ്ലേസ്. വലിയൊരു പാറ. അവിടെ ഉണ്ട് ഒരു മരമൊക്കെ നട്ട് ഒരു കാവ് പോലത്തെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ അതുപോലെ തന്നെ പണ്ടത്തെ എന്തുവാണ് കേട്ടോ, നല്ല പഴക്കമുള്ള സംഭവമാണ് കേട്ടോ. ചിലപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവം കിട്ടുമായിരിക്കും പഴയത്. ഇവിടെ നിന്നാൽ കിട്ടുന്ന വ്യൂ ഇതാണ്. ഇത് ഇത്രയും വലിയൊരു വൈഡുള്ളൊരു വ്യൂവും പിന്നെ പമ്പയാണോടാ? പമ്പയാറങ്ങാണ്. ആ സംഭവം ഇത് പണ്ടത്തെ ഒരു നിർമ്മിതിയാണ്, പണ്ടത്തെ ഒരു പക്ഷെ അതന്നെ ക്ഷേത്രം തന്നെ പണ്ടത്തെ ഒരു ക്ഷേത്രം. നമ്മൾ അതുവഴി അങ്ങ് ആനേട്ടാ, അതുകൊണ്ട് അവിടെയും കാവുണ്ട്. ഇവിടെ അങ്ങ് ആരും കയറാത്ത എന്തോ പ്രശ്നം പിടിച്ച സ്ഥലമാണ് കേട്ടാ. മിക്കവാറും എന്തോ ആരും ഈ ഏരിയയിൽ ഒന്നും വന്നിട്ടില്ല. ചുമ്മാ എന്നിട്ട് പിന്നെ മുകളിൽ എന്തെങ്കിലും ഉണ്ടാന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടി വന്നാ. ഒന്നുമില്ല അവിടെ നിന്നോ. ഇതാ കാവ്, ഒരു കാവ്. ഓക്കെ, ഇനി അപ്പുറത്തൊരു പാറമട അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ ഇവിടെ നിന്നോ. ഏതാ സൂക്ഷിച്ച് നടക്കണമെന്ന് പറഞ്ഞ ആ സെക്കൻഡ് തന്നെ അവൻ പുരിങ്ങി അടിച്ചു. ഓക്കെ ചുമ്മാ പറയണം മിണ്ടാന്ന് അങ്ങനെ കൊണ്ടാക്കി പറയും. അല്ലല്ലോ കൊള്ളാം, നല്ല വ്യൂ. സൈഡിലോട്ട് അങ്ങ് പോണ്ട. JCB പാറ ഓട്ടിക്കുന്ന പാറക്കോറിയാണ് അവിടെ നമ്മൾ കയറി വന്ന സമയത്ത്. അമ്മ തുമ്പി പോലെ ഇങ്ങോട്ട് നിൽക്ക്, അമ്മ ഇങ്ങോട്ട് നിൽക്ക്. അതേപോലെ ഉണ്ട്, അതല്ല അതുപോലെ ഉണ്ട്. അപ്പോൾ പപ്പ ഇങ്ങോട്ട് പോരി. പാറക്കോറി വർക്ക് ചെയ്യുന്നുള്ളത്. ഞങ്ങൾ നോക്കിയിട്ട് വരാം ചേട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. 5 പയ്യന്മാര് നമുക്ക് അവിടെ നിന്ന് നമ്മൾ പരിചയപ്പെട്ടു. അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നമ്മൾ അവരുടെ സംസാരിച്ചു. 2 സ്ഥലത്ത് വെച്ച് കണ്ടു. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, ഇവിടെ എന്തോ കൃഷിയുണ്ട് കേട്ടോ. കളപ്പയർ, നമ്മളവിടെ പറഞ്ഞ കളപ്പയർ എന്ന് പറയും. ഏതാ? ഓക്കെ, അർജുൻ പഠിക്കല്ലേ? എല്ലാവരും ഈ നാട്ടുകാരല്ലേ?
എല്ലാം ഫ്രണ്ട്സാ? ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരാ? ഓക്കെ, അടിപൊളി. എന്തായാലും നമ്മളിവിടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്ത 4 മണിക്കാറ്റ് എന്ന് പറയുന്ന സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നമ്മൾ നേരത്തെ കണ്ട ആ വെള്ളച്ചാട്ടത്തിന് ആ പയ്യന്മാർ 5 പയ്യന്മാർ, അപ്പോൾ അവരുടെ കൂടെ ഇങ്ങ് വന്ന് കുറച്ച് അകത്തോട്ട് ഇങ്ങ് പോന്നു. സംഭവം കളറായ കൊള്ളായിരുന്നു, നല്ല സ്പോട്ടായിരുന്നു, നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു. കുറച്ച് ഉള്ളിലോട്ട് വരണം, നല്ല ഹൈറ്റ് കയറി ഉള്ളിലോട്ട് അവർ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുറച്ച് സമയമായിരുന്നല്ലോ അവരോട് ചിലവഴിക്കാൻ പറ്റിയത്. വളരെ സന്തോഷം. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ചെക്കന്മാരെ പോലെ തന്നെ ഇവിടെ വന്നിട്ട് അവർ നമ്മളെ കൂടെ നടന്നു. എന്തായിരുന്നു ഭയങ്കര സന്തോഷം അവരെ പരിചയപ്പെടാൻ പറ്റിയാൽ. പയ്യന്മാർ പോയി കേട്ടോ. ഭയങ്കര ഇതായിരുന്നു. എന്താണ് ഒരു വല്ലാത്തൊരു സന്തോഷം. നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു നാട്ടിൽ വന്നിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത പയ്യന്മാർ ഒരു ഭയങ്കര സന്തോഷം. ഇതാണ് ട്രിപ്പിന് പോകുന്നത്. പലരും പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ കിട്ടുമെന്ന്. നമ്മൾ ഇന്നത്തെ യാത്രയിൽ കുറേ ആൾക്കാർ, നമ്മൾ ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടില്ല. നമ്മളിത് കുറച്ച് ഉള്ളിലോട്ട് കയറിയുള്ള യാത്രയായതുകൊണ്ട് നമുക്ക് ഇന്ന് കുറേ ഇതുപോലുള്ള കൂട്ടുകാരന്മാരെ കിട്ടി. അവരിപ്പോൾ ഡേറ്റ പറഞ്ഞ് പോയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ 2:15 അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിച്ചതിന് ശേഷം ഇനി ബാക്കി യാത്ര തുടരാമെന്ന് വിചാരിക്കുന്നു. ഒരു സ്ഥലം കൂടെ ഉള്ളൂ നമ്മൾ പറഞ്ഞു തരില്ല. അത് നമ്മൾ പോകുമ്പോൾ ഒരു 5 മിനിറ്റത്തെ കേസേ ഉള്ളൂ. അത് ഇറങ്ങിയിട്ട് പോകും. അപ്പോൾ നമ്മളിവിടുന്ന് കഴിച്ചതിന് ശേഷം പോകാൻ വിചാരിക്കുന്നു. ആഹാരം ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും മരത്തിൻ്റെ മുകളിലിരുന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ യാത്ര പിന്നെ തിരിക്കുന്നതായിരിക്കും. അടിപൊളി സ്പോട്ട്. ചോറ് കഴിക്കാൻ വേണ്ടി ഏറ്റവും മുകളിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങിയില്ല. ചോറ് കഴിച്ചതിന് ശേഷം ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകുന്നുള്ളൂ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് പാറപ്പുറത്ത്. അതിന് ശേഷം നമ്മളിവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോകും.